ജീവിതയാത്രയിൽ എങ്ങും എത്താതെ തളർന്നു പോയവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങളോടാണ്. വളരെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ മുഖത്ത് അതെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ജീവിതം പോകുന്നത് പോലെ പോകട്ടെ എന്നൊക്കെയായി ചിന്തിച്ചും വിചാരിച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോവുകയാണ്. ഒരുപാട് വാക്തത്വ വചനങ്ങളും ദൈവിക ആലോചനകളൊക്കെ കേട്ട ഒരുപാട് ഇന്നലകളുണ്ട്. പക്ഷെ അതൊന്നും ഒരു വ്യക്തമായൊരു ദൈവപ്രവൃത്തിയിൽ ചെന്ന് അവസാനിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഒട്ടനവധിയായ ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് ചെറിയ ഒരു സന്ദേശം കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. യേശു താൻ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചിട്ട് താൻ മലമേൽ പ്രാർത്ഥിക്കാൻ കടന്നുപോയി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ അവരെ നോക്കുമ്പോൾ അവർ തണ്ട് വലിച്ച് വലയുകയാണ്. ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് യാത്ര പുറപ്പെട്ടതുപോലെ അവർക്ക് നിശ്ചിത സ്ഥാനത്തെത്താൻ കഴിയാതെ അവർ വളരെ കുഴഞ്ഞവരായി യേശു കാണുകയാണ്. എപ്പോഴാണ് അവർ പുറപ്പെട്ടത്? സന്ധ്യയായപ്പോൾ പുറപ്പെട്ടതാ. പക്ഷേ ഇപ്പോൾ 4-ാം യാമമായി. കഴിഞ്ഞ രാത്രിയുടെ ദീർഘ മണിക്കൂറുകൾ അവർ ചെന്ന് ചേരേണ്ട സ്ഥലത്ത് എത്തിപ്പെടാതെ കുഴഞ്ഞു നിൽക്കുകയാണ്. അവർ പോയത് ബെത്സയിദയിലേക്കാണെന്ന് വചനം പറയുന്നു. ബെത്സയിദ അധികം ദൂരമുള്ള സ്ഥലമൊന്നുമല്ല, 5 അല്ലെങ്കിൽ 6 മൈൽ ദൂരമേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ചെല്ലാവുന്ന ഒരു സ്ഥലം മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ രാത്രിയുടെ ദീർഘ മണിക്കൂറുകളിൽ അവർ തണ്ട് വലിച്ചു വലഞ്ഞിട്ടും കടലുമായി പരിചയമുള്ള ശിഷ്യന്മാർ അവരുടെ അധ്വാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തിട്ടും എവിടെയോ നടുക്ക് സ്റ്റക്കായി പോയി. എന്നെ കേൾക്കുന്ന എൻ്റെ നല്ല സ്നേഹിതരെ, അപ്രകാരമാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവം? ഇതേപോലെ സമാനമായ അന്തരീക്ഷം പൗലോസിന്റെ ജീവിതത്തിലും ഉണ്ടായി. 276 ആൾക്കാരുമായി റോമിലേക്ക് കടന്നുപോയ ആ കപ്പൽ യാത്ര നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. റോമിലേക്കാണ് യാത്ര പോയത്. പക്ഷെ 14 ദിനരാത്രങ്ങൾ സൂര്യനെ ആകട്ടെ ചന്ദ്രനെ ആകട്ടെ കാണാതെ, പകലേതാ രാത്രി ഏതാന്നറിയാതെ ഉഴൽന്നു പോയ, അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങും എത്താതെ പോയ 14 ദിനരാത്രങ്ങൾ. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ ദൈവം താൻ പൗലോസിനോട് ഇടപെടാനിടയായി. ആ ഒരു ദൈവിക ഇടപെടൽ അവരെ കൊണ്ടെത്തിച്ചത് മെലീത്ത ദ്വീപിലേക്കാണ്. ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു തുറമുഖത്തേക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ഇടങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ചേർത്ത് അടുപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ഇത് സംഭവിച്ചത് ഒരു ആശ്ചര്യമായി പോയല്ലോ. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമാകുമാർ വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളെ കാത്തിരിക്കുന്നു. നാഥാ, ഇതുവരെ ഓടിയിട്ടും, ഇതുവരെ അധ്വാനിച്ചിട്ടും, ഇതുവരെ ഞാൻ പ്രയത്നിച്ചിട്ടും എനിക്ക് എങ്ങും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ചോദ്യത്തിന് മറുപടിയായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമാകുന്നു എന്ന് ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളോട് പറയുമ്പോൾ അതിനെ ശിരസാ വഹിക്കാൻ എന്നെ കേൾക്കുന്ന എത്ര മാന്യ ശ്രോതാക്കൾക്ക് കഴിയും? അതെ, ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. 14 ദിനരാത്രങ്ങളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞൊരു ദൈവപ്രവൃത്തി 15-ാം ദിവസം ഉണ്ടായതുപോലെ, ആ മെലീത്ത ദ്വീപിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ദൈവം ചില കരകളിലേക്ക് നിങ്ങളെ ചേർത്തടിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ഭാഗത്തേക്ക് വേഗത്തിൽ ഓടി വരട്ടെ. യേശു 4-ാമത്തെ യാമത്തിൽ ഇവരെ നോക്കുമ്പോൾ ഇവരിതാ കടലിൽ തണ്ട് വലിച്ച് വലയുകയാണ്. ദീർഘ മണിക്കൂറുകൾ അവർ യാത്ര ചെയ്തു. പക്ഷേ എത്തേണ്ട ആ സ്ഥാനത്ത് അവർക്ക് എത്താൻ കഴിയാതെ പോയി. അങ്ങനെ ജീവിതത്തെ സ്റ്റക്കായി നിൽക്കുന്നവരോടാണ് എനിക്ക് നിയോഗത്തോടെ ഈ നിമിഷം പറയാനുള്ളത്. എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്, ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെ ഭീതിപ്പെടുത്തുന്നത് കാറ്റാണോ? അതിനെ ശാസിപ്പാൻ എൻ്റെ യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ സമയമായി. നിങ്ങളെ ഭീതിപ്പെടുത്തുന്നത് ആർത്തുലയ്ക്കുന്ന ഈ തിരമാലയും വീശിയടിക്കുന്ന കാറ്റുകളുമാണോ? ഭയപ്പെടേണ്ടെന്ന് ആരാണ് നിങ്ങളോടുകൂടെ? നിങ്ങളോടുകൂടെ യേശുവുണ്ട്. നിങ്ങളോട് കൂടെ അരുമനാഥനായ കർത്താവുണ്ട്. സകലത്തെയും ശാസിപ്പാൻ അധികാരമുള്ള യേശു നിങ്ങളോട് കൂടെയുണ്ട്. അല്ല, നിങ്ങളുടെ യാത്രകളെ മന്ദീഭവിപ്പിക്കുന്നത്, നിങ്ങളുടെ യാത്രയുടെ വേഗതകളെ കുറയ്ക്കുന്നത് ഏതെങ്കിലും പൈശാചികമായ സ്വാധീനമാണോ? അങ്ങനെയെങ്കിൽ സകല പിശാചിന്റെ പ്രവർത്തികളെയും അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന് വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികളെ കണ്ടുകൊണ്ട് ഭയപ്പെടരുത്. പ്രകൃതികളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുതേ. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുതേ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തത് നാട്ടുകാരല്ല, വീട്ടുകാരല്ല, നമ്മുടെ സ്വന്തക്കാരും നമ്മുടെ ബന്ധുമിത്രാദികളും ആരുമല്ല. അത് നമ്മളെ വിളിച്ചു വേർതിരിച്ച അരുമനാഥനായ കർത്താവായ യേശു അത്രേ. ആ യേശുവിന്റെ സാന്നിധ്യം ആ പടകിൽ വെളിപ്പെട്ടപ്പോൾ അതുവരെ ബ്ലോക്കായി നിന്ന, അതുവരെ
യാത്രകൾക്ക് വിഘ്നം നേരിട്ട ശിഷ്യന്മാരുടെ പടക് മറുകരയിൽ എത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ആത്മനിയോഗത്തോടെ ഈ നിമിഷം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ യാത്രകൾക്ക് വേഗത കൂടുന്നു. എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിന്നത്, വാഗ്ദത്തം കേൾക്കാഞ്ഞിട്ടല്ല, ദൈവിക ദൂതുകൾ ഇല്ലാഞ്ഞിട്ടല്ല, ദൈവികമായ അരുളപ്പാടുകൾ ഇല്ലാഞ്ഞിട്ടല്ല, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എവിടെയൊക്കെയോ ബ്ലോക്കായി പോയ, എവിടെയൊക്കെയോ തടസ്സങ്ങൾ നേരിട്ട്, സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച്, ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിതത്തെ ഒരു മന്ദഗതിയിൽ നയിക്കുന്നവരെ ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ സമയമായി. യാത്രകൾക്ക് വേഗത കൂടാൻ വേണ്ടി പോകുന്നു. ദൈവം മെലീത്ത പോലെയുള്ള തുറമുഖത്തിലേക്ക് ദൈവം നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഒരു വാക്കുകൂടി ചേർത്ത് പറയാം, നിങ്ങളുടെ ഇരുട്ട് മാറി ദൈവത്തിനെ വെളിച്ചമാക്കി മാറ്റും. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. ചെങ്കടലുകളല്ല, ചെങ്കടലിന്റെ നടുവിൽ പാതകളെ ഒരുക്കുന്നവൻ നിങ്ങളോട് കൂടെയുണ്ട്. യോർദാൻ കരകവിഞ്ഞൊഴുകിയാലും അതിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി വഴിയെ തുറക്കുന്ന ദൈവമുണ്ട്. എരിഹോ മതിലിന് എത്ര ഉയരമുണ്ടെങ്കിലും അതിനെ തകർക്കുവാൻ ശക്തിയുള്ളവൻ നിങ്ങളോട് കൂടെയുണ്ട്. ഏത് മാറയെയും മധുരമാക്കുവാൻ കരുത്തുള്ള കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ തകർച്ചയിലാണോ, പ്രയാസത്തിലാണോ, എങ്ങും എത്തിയില്ല എന്നുള്ള ചിന്തയാണോ ഭരിക്കുന്നത്? ആ നിരാശ നിങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്കായി വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് ഈ കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അയക്കട്ടെ. മന്ദിഭവിച്ചു പോയി യാത്രകൾക്ക് വേഗത കൂടട്ടെ. പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ള ആശങ്കകളൊക്കെ നിങ്ങളെ ഭരിക്കുന്നില്ലേ? പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആഗ്രഹം പോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് സാധ്യമായില്ല. തലമുറകളുടെ ഒരു ഉന്നതമായ ഭാവി ആഗ്രഹിച്ചു, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. നോ, സ്ഥിതിഗതികൾ മാറാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ പടകിൽ വെളിപ്പെടാൻ സമയമായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ സ്റ്റക്കായി മുന്നോട്ട് പോകുവാൻ കഴിയാതെ പിടിച്ചു നിർത്തിയതുപോലെ, വലിച്ചു കെട്ടി ഉറപ്പിച്ചതുപോലെ, നങ്കൂരമിട്ട് ഉറപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ പെട്ടുകിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ, ദൈവിക ഇടപെടലിനെ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളുടെ മേൽ ആത്മാവിൽ കൈമാറുന്നു. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ ജീവിത സാഹചര്യത്തിനകത്ത് അരിമനാഥനായ യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചങ്ങലകൾ വീഴട്ടെ. എല്ലാ നങ്കൂരത്തിന്റെ കയറുകളും പൊട്ടി മാറട്ടെ. ദൈവപ്രവൃത്തി ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം. ഇവരെ ദൈവ ശുഭ തുറമുഖത്തേക്ക് അടുപ്പിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് കരുത്തായി, ബലമായി, മുൻപോട്ടോടുവാനുള്ള ആർജവമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.